ഈ ഗൂഢാലോചന അന്വേഷണ വിഷയമാവുകയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പങ്ക് വ്യക്തമാവുകയും ചെയ്തതോടെ ഈ മൊത്തത്തിലുള്ള സംഭവവികാസങ്ങളുടെ ആകമാന ചിത്രം തന്നെ അങ്ങ് മാറുകയാണ്. ഇത് ഭരണമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-നുള്ളില് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇതൊരു പക്ഷേ ദേവസ്വം മന്ത്രിമാരുടെ തലത്തിൽ നിൽക്കണമെന്നില്ല, അതിന് മുകളിലേക്ക് പോയേക്കാം. പാർട്ടിയിലെ ചില നേതാക്കളുടെ പടിവാതിലുകളിലേക്ക് അന്വേഷണം നീണ്ടു ചെന്നേക്കാം. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ് കേരളത്തിലെ CPM. 2 തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. ഒന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതൊരു സെമി ഫൈനലാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഡിസംബർ ആദ്യ വാരമോ 2ാം വാരമോ നടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്ക് അന്വേഷണം അങ്ങനെ മുറുകി വരികയാണ്. പറഞ്ഞല്ലോ, ഈ വലയുടെ കുരുക്കുകൾ മുറുകി വരികയാണ്. ആ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ, പാർട്ടി നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ തെളിവുകൾ പുറത്തു വന്നാൽ CPM വലിയ പ്രതിസന്ധിയിലാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡെമോക്ലീസിന്റെ വാളെന്ന് പറയുന്നത് പോലെ ഈ ശബരിമല കവർച്ച ഇങ്ങനെ അവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. എപ്പോഴാണത് പൊട്ടി വീണ് എല്ലാവരെയും കൊണ്ട് പോവുക എന്ന് പറയാൻ പറ്റത്തില്ല.